ഒന്നാമത് പെർസെന്റീവാണുള്ളത്. ദൈവത്തിന്റെ ദാസൻ പറയുന്നു, അതിന്റെ 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും. ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് 7 പൊൻനിലവിളക്ക. നിലവിളക്കിന്റെ നടുവില് നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദസ്യനായവനെ കണ്ടു. ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം ഞാൻ പഠിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യേകതകളെ, 3 അവസ്ഥകളെയാണ് ഞാൻ കാണുന്നത്. ഒന്ന്, നിങ്ങൾക്കറിയാം 7 നിലവിളക്ക് എന്തുവാ? 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോ കർത്താവായ യേശുവിനെ എവിടെ പൊസിഷൻ ചെയ്തു എന്നുള്ളതാണ് ദ ഫസ്റ്റ് പൊസിഷൻ. ഈ വാക്യത്തിൽ 3 കാര്യങ്ങളാണ് ഞങ്ങൾ പഠിപ്പിക്കുവാൻ പോകുന്നത്. ഒന്ന്, where he was positioned. കർത്താവായ യേശു ക്രിസ്തുവിനെ എവിടെ പൊസിഷൻ ചെയ്തു? എവിടെയാ പൊസിഷൻ ചെയ്തത്? സഭകളുടെ നടുവില്. 2, അവിടെ പറയും നിലയ്ക്ക് ധരിച്ച് മാറത്ത് പൊൻകച്ചേട്ട് കെട്ടിയവൻ. എന്തുവാ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? ഹിസ് മിനിസ്ട്രി, കർത്താവിന്റെ ശുശ്രൂഷ. എന്തുവാ കർത്താവിന്റെ ശുശ്രൂഷ? ഇന്ന് ഈ പ്രത്യേകമായിരിക്കുന്ന വസ്ത്രം ധരിക്കുന്നത് 2 കൂട്ടരാ. ഒന്നുകിൽ അവർ രാജാക്കന്മാരാ, അല്ലെങ്കിൽ പുരോഹിതന്മാരാ. അതിനകത്ത് കർത്താവായ യേശുക്രിസ്തു മഹാപുരോഹിതൻ എന്നുള്ളത് ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം വെളിപ്പെടുത്തുക, വസ്ത്രത്തിൽ കൂടെ വെളിപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ 2-ാമത് ഹിസ് മിനിസ്ട്രി. 3-ാമത്തത് മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് ഹിസ് ഓഫീസ്, താൻ കൈകാര്യം ചെയ്യുന്ന സ്ഥാനം.